ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കേൾക്കുമ്പോ ആദ്യം ആരെയോ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. തന്നെ ഓർമ്മയില്ല. എടാ എന്താ എന്റെ പേര്? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. നൂണ എന്താന്ന് പോലെ അറിയാത്ത ഒരാള് ഞാൻ. പലവട്ടം കള്ളം പറഞ്ഞു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും കള്ളം പറയുന്ന ഏത് നുണയും വിശ്വസിക്കുന്ന ഒരു പാവം. ഞാൻ അതെങ്ങനെ എനിക്കിതാ പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. ചെറിയ മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. അത് ചേട്ടൻ ബേസിൽ ചേട്ടന്റെ ക്യാരക്ടറിനെ നോക്കി പറയുന്ന ഡയലോഗാണോ? അങ്ങനെ സംഭവം ഉണ്ടാവും. ബൈച്ചേട്ടൻ്റെ കഥ പോലെ ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. എന്തെങ്കിലും ഞാൻ ബേസിലിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്റെ ചാനൽ നിന്നെ എന്തിനാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ കൊണ്ടുള്ള ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവനില്ലാത്തതിൽ ഇവൻ തന്നെ വന്ന തൂണിലും തുരുമ്പിലും യന്ത്രം എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും. നാളെ ധ്യാൻ ചേട്ടനായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അവൻ എന്ത് ഇന്റർവ്യൂ ചേട്ടൻ ഇപ്പൊ 43 years സിനിമ ഇൻഡസ്ട്രിയിൽ. ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല, നീയായിട്ട് പറഞ്ഞു വരുത്തണ്ട. ചേട്ടൻ ഇപ്പൊ 43 years സിനിമ ഇൻഡസ്ട്രിയില്. ഇനി എന്താ ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ 43 വർഷം സിനിമ ഇൻഡസ്ട്രിയില് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എത്തിയ ഒരു ഫീൽഡാണല്ലോ. ആരാഗ്രഹിച്ചു? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ആ സമയത്ത് ആഗ്രഹിക്കുന്ന ബോധം ഈ സുധാരത്തിനൊരു തമാശ. ഇതെങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? ചേട്ടൻ ഇങ്ങനെ റിപ്ലൈ തന്നാലേ ഇവരതെടുത്ത് ട്രോൾ ആക്കിട്ട് ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറിയാമാത്തു. ഞാൻ വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. മസ്താനിക്ക് ആളെത്ര പരിചയമില്ല. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റുമോ? താങ്ക് യു ബാജു ചേട്ടാ. ഇടയിലാണെങ്കിലും കയറി വന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.